സൂപ്പർ ബിരിയാണി ഉണ്ടാക്കിയാലോ? അരി വെച്ചിട്ടല്ല, സേമിയ വെച്ചിട്ട് എഗ് സേമിയ ബിരിയാണി. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 2 സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കസ്തൂരി മേത്തി, പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബേ ലീഫ്, സ്റ്റാർ, പിന്നെ ഗ്രാമ്പു, കുറച്ച് പച്ചമുളക്, ഒരു 3 മുട്ട. പാൻ ചൂടാക്കി അതിലോട്ട് 3 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഊറ്റി കൊടുക്കാം. ഇനി നമ്മുടെ പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനാവശ്യമുള്ള മസാല: ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഈ സവോള ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകട്ടെ, അതുവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വതങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയാണ്. മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ്, ചുക്കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. കുറച്ച് മല്ലിയില ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ മെയിൻ കാര്യം സേമിയ. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ പാക്കറ്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം. മസാല എല്ലാം നല്ലപോലെ വെന്ത് നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സേമിയ ഇടാം. അപ്പം ചിക്കി വെച്ച മുട്ട ഞാൻ ഇതിലോട്ട് ഇടുവാണ്. അപ്പൊ നമ്മുടെ എഗ് സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലികളും കൂടെ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം.